എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാപ്റ്റർ 154 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ എന്താ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ വെച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തി നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ മൈൽ സ്റ്റോൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും ഞാൻ അധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ അനേബിൾ ടു ഡൈ എന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് വായിച്ച് നോക്കാം. കവർ സ്റ്റോറിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ വാനോയുടെ സ്റ്റോറി തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ, ആഫ്റ്റർ ബിഗ് മാം ഇൻസിഡൻറ്റ് എൽബാഫ് വാസ് ഇറ്റ് ബൈ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫയേഴ്സ് ആൻഡ് സ്റ്റോംസ്. നമ്മുടെ എൽബാഫിൽ നടന്ന ബിഗ് മാമിൻ്റെ ഇൻസിഡൻറ്റ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും. ആ ബിഗ് മാം നമ്മുടെ എൽബാഫിൽ ഒരു റാംബേജ് തന്നെ ഉണ്ടാക്കിയിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ എൽബാഫിനായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത്, when desperate giants was about to attack Ida and Hajruddin, King Harald returned in the time to protect them and brought foreign aid to help Elbaf. Estrida died from illness before Harald returned. On the other hand, Ida opened a bar in Underworld. ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എൽബാഫിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഡെസ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ അവർ നമ്മുടെ ഈഡേനെയും ഹജ്രുദിനെയും പോയി അറ്റാക്ക് ചെയ്യാൻ നോക്കി. ആ ടൈമിലാണ് നമ്മുടെ ഹെറൽഡ് തിരിച്ചു വരുന്നതോ, എന്നിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം തന്നെ ഹെറൽഡ് നമ്മുടെ എൽബാഫിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള കൺട്രീസിൽ നിന്ന് എൽബാഫിലെ ജനങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ ഹെൽപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് നമ്മുടെ ഹെറൽഡ് അവിടെ വന്നത്. അതുമാത്രമല്ല, നമ്മുടെ എസ്ട്രിഡ് ആയിക്കോട്ടെ ഈ സമയത്ത് മരിച്ചിരുന്നു, ഒരു ഇൽനെസ് കാരണം. അതേസമയം നമ്മുടെ ഈഡ നമ്മുടെ എൽബാഫിലെ അണ്ടർവേൾഡിൽ ഒരു ബാർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ അണ്ടർവേൾഡ് നമ്മൾ ഇപ്പം കാണുന്നത് പോലെ ഒരു സ്കേറി ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈഡ അവിടെ ഒരു ബാർ ഓപ്പൺ ചെയ്തത്. ഒരു പക്ഷേ അവിടെ ആ ടൈമിൽ ആൾക്കാർ താമസിച്ചിട്ടുണ്ടാകും. 50 years ago, Harold went to the reverie, but the world government ignored him. Back in Elbaf, Jorel talked to Harold about the Galila, a group of Asian giants and non-Asian giant shipbuilders who are captured possibly by the government. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ് കാണിക്കുന്നത്. 56 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹെറൽഡ് റിവറി അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ആയിക്കോട്ടെ നമ്മുടെ ഹെറൽഡിനെ ഇഗ്നോർ ചെയ്ത്. അതേസമയം നമ്മുടെ ജൊറൽ നമ്മുടെ ഹെറൽഡിനോട് നമ്മുടെ ഗലീല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കുറച്ച് ഏൻഷ്യൻ ജയൻസും അതുപോലെ തന്നെ ഏൻഷ്യൻ ജയൻസ് അല്ലാത്ത ജയൻസും ഉണ്ടായിരുന്നു. അവരായിക്കോട്ടെ ഷിപ്പ് ബിൽഡേഴ്സും ആയിരുന്നു. ഇവരെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ക്യാപ്ചർ ചെയ്തതാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ഗലീല എന്ന് പറയുന്ന ഗ്രൂപ്പായിരിക്കും നമ്മുടെ പ്ലൂട്ടോണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. നമ്മൾ ഫ്രാങ്കി പറയുന്നത് കണ്ടിട്ടുണ്ട്, ആ പ്ലൂട്ടോൺ കണ്ടപ്പോൾ ഇത് എന്തായാലും മനുഷ്യന്മാർ ഉണ്ടാക്കിയതല്ല എന്ന്. ഒരു പക്ഷേ ഈ ഗ്രൂപ്പ് ആൾക്കാരായിരിക്കും നമ്മുടെ പ്ലൂട്ടോൺ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. എസ്ട്രിഡ സിസ്റ്റർ റീറൈഡ് ലോക്കി ആൻഡ് അബ്യൂസ്ഡ് ഹിം വൈൻ ഹെറൽഡ് വാസ് ഫോക്കസ്ഡ് ഓൺ റീബിൽഡിംഗ് എൽബാഫ്. ഈ ടൈമിലേക്കൂടെ നമ്മുടെ എസ്ട്രിഡാൻ്റെ സിസ്റ്റർ നമ്മുടെ ലോക്കിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാണ് ഇത് പറയുന്നത്. ഈ ടൈമിൽ നമ്മുടെ ഹെറൽഡ് ആയിക്കോട്ടെ നമ്മുടെ എൽബാഫ് റീബിൽഡ് ചെയ്യേണ്ട ശ്രമത്തിലുമായിരുന്നു. പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്, 48 years ago, Loki unleashed some giant beast on the villagers. But when he saw how other childs helped Hajruddin, he realized how alone he was. Suddenly, Rock's pirates appeared in the underworld and asked Loki if they were in Elbaf and if Harald was around. 48 വർഷം മുമ്പ് നമ്മുടെ ലോക്കി നമ്മുടെ ഒരുപാട് വൈൽഡ് ബീസ്റ്റിനെ നമ്മുടെ ഒരു എൽബാഫിലൊരു വില്ലേജിലേക്ക് തുറന്നു വിടുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഹജ്രുദ്ദീനെ ഒരുപാട് കുട്ടികൾ സഹായിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ലോക്കി റിയലൈസ് ചെയ്യും താൻ എത്രമാത്രം ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്ന്. ആ ടൈമിലാണ് നമ്മുടെ റോക്സ് പൈരറ്റ്സ് നമ്മുടെ എൽബാഫിലേക്ക് വരുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ലോക്കിനോട് ചോദിക്കും നമ്മുടെ ഹെറൽഡ് ഇവിടെ എങ്ങനെ ഉണ്ടോ എന്ന്. ഇറ്റ്സ് റിവീൽഡ് ദാറ്റ് റോക്സ് മെറ്റ് ഹെറൽഡ് അറ്റ് ദ റിവറി 8 years ago, 56 years ago from the current time. But after that, Rox killed a marine admiral and became a wanted man. ഇവിടെ ഒരു റിവലേഷൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെറൽഡും നമ്മുടെ റോക്സും എങ്ങനെയാണ് പരിചയപ്പെട്ടത്. അവർ കണ്ടത് നമ്മുടെ റിവറി നടക്കുന്ന സമയത്താണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റിവറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ റോക്സും അവിടെ ഉണ്ട്. അപ്പോൾ റിവറിയിലേക്ക് നമ്മുടെ റോക്സിനെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ റോക്സ് ഒരു കിങ് ആയിരിക്കണം ഏതെങ്കിലും കൺട്രിയുടെ, അല്ലെങ്കിൽ ഒരു മെറീൻ ഓഫീസർ. അതിലേതെങ്കിലും ഒന്നാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമ്മുടെ റോക്സ് അവിടെ ഒരു പൈരറ്റ് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ആ ടൈമിൽ നമ്മുടെ റോക്സ് ഒരു വാണ്ടഡ് മാൻ അല്ല. കാരണം ഈ ലൈനിൽ നമുക്ക് കാണാം നമ്മുടെ റോക്സ് അവിടെയുള്ള ഒരു മെറീൻ അഡ്മിറലിനെ അവിടെ നിന്ന് കൊല്ലുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ റോക്സ് ഒരു വാണ്ടഡ് മാനായി മാറുന്നത്. അപ്പോൾ ഏത് അഡ്മിറലിനായിരിക്കും നമ്മുടെ റോക്സ് അവിടെ കൊന്നിട്ടുണ്ടാകുക? ഒരു പക്ഷേ അത് നമ്മുടെ അക്കൈനുവിൻ്റെ ഫാദർ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും പൈരറ്റ്സിനോട് ഇത്രയും വെറുപ്പ് നമ്മുടെ അക്കൈനുവിന്. അതെന്തായാലും നമുക്ക് ചാപ്റ്റർ ഇറങ്ങുമ്പോൾ മനസ്സിലാകും. ഒരു പക്ഷേ നമുക്ക് അഡ്മിറലിൻ്റെ ഫേസ് ഈ ചാപ്റ്ററിൽ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, വി സി റോക്സ്ലി സെബക്സ് ഫുൾ ഫേസ്. ഹി ഹാസ് 2 ton hairs and looks similar to Blackbeard. And that because Rox was Blackbeard's father. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ റോക്സിൻ്റെ ഫുൾ ഫേസ് നമ്മുടെ വൺ പീസിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ.
അത് മാത്രമല്ല അതിനോട് തന്നെ വലിയൊരു കാര്യം കൂടി റിവീൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഫാദർ നമ്മുടെ റോക്സ് ഡി സെവക്കാണ്. ഒരുപാട് തിയറി ഈ കാര്യത്തിനെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് റിവീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ ചുറ്റിപ്പറ്റി അതുപോലെ തന്നെ റോക്സിനെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസൊക്കെ ഇപ്പോൾ പതുക്കെ റിവീൽ ആകാൻ പോകുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം നമ്മുടെ ഓർഡർ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ച് ഇനി നമുക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ചിത്രമാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ആൺ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചോ. ഉടൻ തന്നെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു കാണുന്നത് വരെ ബൈ.